എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയായിരുന്നു. ഒരു ട്വിസ്റ്റിൽ വെച്ച് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. സോ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ദുബായിയോട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു നാട്ടിൽ വന്നു. തൽക്കാലത്തേക്ക് ഒരു ടെമ്പററി ജോബ് കണ്ടെത്തി. ഒരു ആയുർവേദ ഹോസ്പിറ്റലായിരുന്നു, പക്ഷേ അത് ഓൺലി ഫോർ ഫോറിനേഴ്സ് ആയിരുന്നു. സോ ആക്ച്വലി ആദ്യം എൻ്റെ ആൻസർ നോ ആയിരുന്നു ആ ജോബിനോട്. ബിക്കോസ് എൻ്റെ ഒരു തിങ്കിങ് ഫോറിനേഴ്സ് വരുന്നത് ഓൺലി ഫോർ റെജുവിനേഷനാണ്. സോ റെജുവിനേഷന് വേണ്ടി വരുന്ന പേഷ്യൻറ്റിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും നമുക്ക് പഠിക്കാനില്ല എന്നുള്ളത് കാരണമായിരുന്നു എൻ്റെ ആൻസർ നോ. പക്ഷേ ഞാൻ നിയർലി 1 year അവിടെ വർക്ക് ചെയ്തു. ദാറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് എന്ന് വേണം പറയാൻ. ബിക്കോസ് ഒരു 10 പേഷ്യൻ്റ് എടുക്കുകയാണെങ്കിൽ 1 അല്ലെങ്കിൽ 2 പേർ മാത്രമാണ് ഓൺലി ഫോർ റെജുവിനേഷൻ പർപ്പസിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള രോഗങ്ങളും പോസ്റ്റ് കെയറും ഒക്കെ ആയിട്ടായിരുന്നു വന്നത്. കൂടുതലും പോസ്റ്റ് ക്യാൻസറസ് ആയിട്ടുള്ള പേഷ്യൻറ്റുകൾ, ആഫ്റ്റർ ക്യാൻസർ സലൈവറി ഗ്ലാൻസിൻ്റെ സെക്രീഷൻ സ്റ്റോപ്പ് ആയവർ, ഒരു ടേസ്റ്റും അറിയാത്ത സിറ്റുവേഷൻസ് ഉള്ളവർ, ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നവർ, പിന്നെ ടിപ്പിക്കൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിട്ടുള്ളവർ, സോറിയാസിസ് ആയിട്ടുള്ളവർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേസസ് ആയിരുന്നു അവിടെ കണ്ടത്. സോ ആദ്യമൊക്കെ ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് ടെൻഷനായി. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസസ്, പോസ്റ്റ് ക്യാൻസറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ചിന്തയായിരുന്നു. പക്ഷേ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഡ്രഗ്സ് വെച്ചിട്ട് വളരെ മിറാക്കിൾസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ അവിടെ കണ്ടായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. സോ ഞാനത് എൻജോയ് ചെയ്തു. ഞാൻ മാത്രമല്ല, ഒരു യോഗ സാറുണ്ടായിരുന്നു, പിന്നെ എൻ്റെ MD ഡോക്ടറാണ്, സാറും ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ടെമ്പററി വാക്കൻസി സെലക്ട് ചെയ്തതിൻ്റെ റീസൺ ഞാൻ DHAക്ക് പ്രിപ്പയർ ചെയ്യുവാണ്. സോ DHA കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സാർ എൻ്റെ അടുത്ത് ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. സാർ എൻ്റെ അടുത്ത് ടു റഷ്യ ആയിരുന്നു പറഞ്ഞത്. സോ ആ സമയത്ത് റഷ്യയിൽ നല്ലൊരു വാറ് നടക്കുന്ന ടൈമായിരുന്നു, നല്ല ഹൈ ആയിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആൻസർ നോ ആയിരുന്നു പറഞ്ഞത്. ഈവൻ ഫാമിലിയോട് ചോദിച്ചപ്പോഴും പപ്പയും അമ്മയും നോ ആയിരുന്നു ആൻസർ പറഞ്ഞത്. ഞാനതവിടെ ഡ്രോപ്പ് ചെയ്തു. ആഫ്റ്റർ ഒരു 2-3 വീക്സിന് ശേഷം എഗെയിൻ എനിക്ക് ഈ ഓഫർ ഒന്നുകൂടെ വന്നു. ആ ടൈമിൽ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ജോബ് പ്ലേസ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാലറി, ഡ്യൂട്ടി ടൈം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പിന്നെ എൻ്റെ വിസ പ്രോസസ്സിങ് എങ്ങനെയാണ്, എൻ്റെ ടിക്കറ്റ് എങ്ങനെയാണ്, ഈവൻ എൻ്റെ ലീവ് എങ്ങനെയാണ്, എവറിത്തിങ് എൻ്റെ അടുത്ത് അന്ന് സാർ പറഞ്ഞായിരുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ അടുത്തേക്ക് ആക്ച്വലി വന്നത് എൻ്റെ MDയിൽ നിന്നാണെങ്കിലും സാറിൻ്റെ ഒരു ഫ്രണ്ട് റഷ്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ അടുത്തേക്ക് എങ്ങനെയോ ഇവിടുത്തെ മാം, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ മാം കോണ്ടാക്ട് ചെയ്തിരുന്നു. അവരെങ്ങനെയോ കാണുമ്പോൾ എന്തോ നോർമൽ ടോക്കിൽ ഇങ്ങനെ മാം പറഞ്ഞു, എനിക്കൊരു ഗൈനക്കോളജി ഹോസ്പിറ്റലുണ്ട്, അവിടെ ഒരു ആയുർവേദ ഡോക്ടറിനെ വേണം, ലേഡി ഡോക്ടറിനെ വേണം. ആ ഒരു ടോക്ക് വന്നു. അപ്പോൾ അവർ ആ പ്രോസസ്സായിട്ട് മുന്നോട്ട് പോയി. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ആയുർവേദ ഡോക്ടറിനെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നിലോട്ട് എത്തുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നിലോട്ട് എത്താൻ വേണ്ടിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് നല്ലൊരു ഓഫർ കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ, അതൊന്ന് സോൾവ് ആവുന്ന രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്ന് ദൈവത്തോടെന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നല്ലാതെ വേറൊരു വർക്കും ഞാൻ ചെയ്തിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു. സോ ഞാൻ DHAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു എന്നല്ലാതെ ഇതിലോട്ട് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഹെഡിൻ്റെ അടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ്. സോ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാം ക്ലിയറായി കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് സംസാരിച്ചു. അവർക്കും കുറച്ച് ഓക്കെ ആയി തോന്നി. ബിക്കോസ് ഞാൻ ദുബായിൽ പോയപ്പോൾ എന്നെ ഏറ്റവും അധികം ടെൻഷനാക്കിയ ഒരു റീസൺ എൻ്റെ വിസയായിരുന്നു. അപ്പോൾ ഇവിടെ അവർ എനിക്ക് ക്ലിയറായിട്ട് വിസ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ഓക്കെ പറഞ്ഞു. പിന്നെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നു, റഷ്യയിലുള്ള ഡോക്ടറായിട്ട് സംസാരിച്ചു. കാര്യങ്ങളെല്ലാം പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നിയർലി 8 months ഞാൻ വെയിറ്റ് ചെയ്തു എൻ്റെ വിസ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും. അതൊരു ലോങ് ടൈം വെയിറ്റിംഗ് ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു 2-3 times ഞാൻ മൂവ് ഓൺ ചെയ്താലോ എന്നും ചിന്തിച്ചിരുന്നു. ബിക്കോസ് ഈ ടൈമിൽ എല്ലാം സ്റ്റക്കായി. ബിക്കോസ് DHA ഞാൻ എഴുതുന്നില്ല, അപ്പോൾ അതവിടെ ഡ്രോപ്പ് ചെയ്തു. ഇത് മാത്രമാണ് എൻ്റെ ഫോക്കസ്. ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്.
എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം സ്റ്റക്കായി. ബിക്കോസ് ഓൾ തിങ്സ് ഡിപ്പെൻഡ്സ് ഓൺ മീ. സോ എൻ്റെ കാര്യം മുന്നോട്ടില്ലാന്നാവുമ്പോൾ എല്ലാം സ്റ്റക്കാവുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻസ് വന്നു. അപ്പോൾ ഞാൻ മൂവ് ഓൺ ചെയ്താലോ എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ എൻ്റെ ഹെഡായിരുന്ന സാറ് പറഞ്ഞു, എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി വന്നു ഡോക്ടറെ, സോ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചില എക്സാംസൊക്കെ എഴുതിയായിരുന്നു. IELTS എഴുതിയായിരുന്നു. അപ്പോൾ ആക്ച്വലി IELTS ഇതിൻ്റെ ആവശ്യമില്ല, IELTS എക്സാമിന് ഇവിടെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ അടുത്ത് എഴുതണം എന്ന് പറഞ്ഞു. ഞാനത് അറ്റൻഡ് ചെയ്തു. ദാറ്റ്സ് ഓൾ. സോ വിസ പ്രോസസ്സ് നടന്നു. 2 times എന്തോ എൻ്റെ വിസ റിജക്റ്റ് ആയിരുന്നു. ബിക്കോസ് ഒന്നെന്ന് പറയുന്നത് ഇവിടെ ആയുർവേദ ഡോക്ടേഴ്സിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സോ അതായിരുന്നു ഫസ്റ്റ് റീസൺ. സെക്കൻഡ് വൺ, ഞാൻ ഇന്ത്യനാണ്. ദാറ്റ്സ് എ റീസൺ എന്ന് പറയുന്നത്, ഇവിടെ ഇന്ത്യൻസ് ഇവിടുത്തെ വിസ എടുത്ത് വന്നിട്ട് ഇവിടെ നിന്ന് ഷെങ്കൻ വിസ കിട്ടാൻ ഈസിയാണ്. സോ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് വേറെ യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, നോർമൽ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ട് വിസ ഇതാക്കാതെ അങ്ങനെ തന്നെ നോർമൽ വർക്ക്സൊക്കെ ചെയ്തിട്ട് 1 year വരെ ആൾക്കാർ ഇവിടെ നിൽക്കുന്നു. 1 year കഴിയുമ്പോഴത്തേക്കും തിരിച്ചു പോകുന്ന ടൈമിൽ എയർപോർട്ടിൽ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് പോകുന്നു. ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് നിൽക്കുന്നത് കാരണം ഇന്ത്യൻസിനെ അവർ കംപ്ലീറ്റ് ആയിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഞാൻ ആക്ച്വലി ഇത് യൂട്യൂബിലൂടെ കണ്ടിരുന്നു. പക്ഷെ ഞാൻ ഇവരടുത്ത് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇത് ടെൻഷൻ ആവേണ്ട കാര്യമല്ല, അവർ അത് ചെയ്തു തരാമെന്ന്. പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്ക് യൂട്യൂബിലൂടെ ഇങ്ങനെ ഇവിടെ ഉള്ള ആൾക്കാരുടെ ചാനലുകളായിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ അതൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അവരുടെ വാക്കിൻ പേരും പിന്നെ എൻ്റെ സാറിൻ്റെ ഒരു ഉറപ്പിന്മേലുമൊക്കെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് എൻ്റെ വിസ വന്നു, ടിക്കറ്റ് അവരെടുത്ത് തന്നു. ഞാൻ അവിടെ നിന്ന് കയറി. അക്കോമഡേഷൻ ഇവരാക്കി തരാം, പക്ഷേ എൻ്റെ സാലറിയിൽ നിന്ന് പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഓക്കെ. ഞാൻ ആക്ച്വലി അതും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഹൗ വാസ് മൈ അക്കോമഡേഷൻ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഓക്കെ, ഞാൻ എയർപോർട്ടിൽ വന്ന ടൈമിൽ എനിക്ക് കണക്റ്റഡ് ഫ്ലൈറ്റാണ്, ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല ട്രിവാൻഡ്രത്ത് നിന്ന്. ട്രിവാൻഡ്രം ടു ഷാർജ, ഷാർജ ടു ഇറവാനാണ് ഫ്ലൈറ്റ് വരുന്നത്. ഇറവാനിൽ എന്നെ വിളിക്കാനായിട്ട് ഞങ്ങളുടെ മാഡത്തിൻ്റെ ഹസ്ബൻഡും മോളുമായിരുന്നു ഉണ്ടായിരുന്നത്. സോ മോളും ആക്ച്വലി ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറാണ്. അപ്പോൾ മോളും സാറും വന്നു, എന്നെ പിക്ക് ചെയ്തു, എൻ്റെ അക്കോമഡേഷൻ പ്ലേസിൽ കൊണ്ടുവന്നു. അതിനുശേഷമുള്ള വീഡിയോസൊക്കെ ഞാൻ ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നൗ ഐ ആം ഗോയിങ് ഹാപ്പി. ഞാൻ എൻ്റെ ജോബ് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കെൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, BAMS ആയിക്കോട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, MBBS ആയിക്കോട്ടെ, പുറത്തു പോകണം അല്ലെങ്കിൽ അബ്രോഡ് പോയി സ്റ്റേബിൾ ആകണം, ഫിനാൻഷ്യൽ ക്രൈസിസ് സോൾവ് ആക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഗ്രാജുവേഷൻ തന്നെ ഏത് കൺട്രിയാണ് പോകേണ്ടതെന്ന് ഫിക്സ് ചെയ്യുക, എക്സാമിന് വേണ്ടി പഠിക്കുക, എക്സാം ക്യാച്ച് ചെയ്യുക, ഒപ്പം ജോബ് സെർച്ച് ചെയ്യുക. ജോബ് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി ഓരോ കൺട്രീക്കും സെപ്പറേറ്റ് ആപ്സും വെബ്സൈറ്റും ഒക്കെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താലും ChatGPT ചോദിച്ചാലും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. സോ മറ്റൊരാൾ പറഞ്ഞു തരട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരും എന്നുള്ള ബിലീവ് സിസ്റ്റത്തോട് ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. എനിക്ക് തുണ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് സ്വയം ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, അർമേനിയൻ ജോബ് വാക്കൻസി ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് തിങ് ഈസ് വിസ ഒരു പ്രോബ്ലം ആണ്. പിന്നെ ഉള്ളത് ഐ ഡോണ്ട് നോ എന്നാണ് എൻ്റെ ആൻസർ. ബിക്കോസ് ഞാൻ വന്നിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഞാൻ ഇതൊന്നും ഷെയർ ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല ആക്ച്വലി എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് ആക്ച്വലി എനിക്ക് സാറ്റർഡേ സൺഡേ ഓഫാണ്. സോ ഒന്ന് എൻഗേജ് ആവാം, ബോർ മാറ്റാം, അങ്ങനത്തെയുള്ള ചിന്തയിൽ ജസ്റ്റ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ കുറച്ചധികം പേര് അതും ഡോക്ടേഴ്സ് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ചു. എനിക്കാരും പറഞ്ഞു തരാനോ ചെയ്തു തരാനോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കറിയുന്ന ചിലപ്പോൾ ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവുമായിരിക്കും. സോ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കിട്ടുവാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. ആ ഒരു ചിന്തയോടാണ് ഞാൻ പിന്നെ ഇത് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. റിലേറ്റഡ് ടു ദീസ് മെയിൻലി എനിക്ക് ഗൾഫ് കൺട്രീസിനെ കുറിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാം. അർമേനിയയെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ പഠിച്ചു വരുന്നുണ്ട്. ഗ്രാജുവലി അറിയുന്ന ന്യൂ തിങ്സ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ജോബ് വാക്കൻസി ഉണ്ടെങ്കിൽ പോലും ഈവൻ എൻ്റെ അടുത്ത് എത്താൻ ചാൻസ് എന്തായാലും മെഡിക്കൽ ഫീൽഡ് ആയിരിക്കുമല്ലോ, അത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.
എന്തെങ്കിലും സജഷൻസോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കമൻസായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. റിപ്ലൈസ് ഞാൻ വീഡിയോസായിട്ട് ചെയ്തു തരാം. ഇൻസ്റ്റാഗ്രാമിൽ കുറേ അധികം ക്വസ്റ്റ്യൻസും സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറ്റുന്ന പോലെയൊക്കെ എല്ലാവരോടും പറഞ്ഞിരുന്നു വീഡിയോ കാണുമോ, ഞാൻ റിപ്ലൈ തരാം എന്നൊക്കെ. കുറച്ച് പേർക്കൊന്നും തന്നിട്ടില്ലായിരിക്കാം, സോറി ഫോർ ദാറ്റ്. പക്ഷേ മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരും കേട്ടോ. ബിക്കോസ് ഐ നോ ഞാനൊരു വീഡിയോ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടായത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കാണല്ലോ. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സോ ബൈ. എല്ലാവരും ഹാപ്പിയായി സുഖമായിരിക്കും.